ഹലോ, ഇന്ന് നമുക്കൊരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇഡ്ഡലിക്കുള്ള സാമ്പാർ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. അത്യാവശ്യം ചോറിനെയും കഴിക്കാം, പക്ഷെ ഇത്തിരി പുളി കുറവായിരിക്കും, അതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, ഉലുവ എന്നിവ പൊട്ടിക്കുക. അതിന് ശേഷം ചെറിയ ഉള്ളി, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഈ വഴറ്റിയ ശേഷം മറ്റേ പൊടികളിടുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, ഈ എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായി വറ്റുക. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഇടുക കേട്ടോ. കറിവേപ്പില ഇട്ട ശേഷം ഈ പൊടികളൊക്കെ, കറിവേപ്പില, തക്കാളിയൊക്കെ ഇട്ട ശേഷം നന്നായി വഴറ്റിയ ശേഷം എല്ലാ പൊടികളും ഇടുക. പൊടികൾ ഒന്ന് നന്നായി ചൂടാക്കി താഴ്ത്തി വെച്ചിട്ട് വേണം കേട്ടോ ഗ്യാസ്. എന്നിട്ടൊന്ന് ചൂടാക്കുക, നന്നായി ചൂടാക്കുക. ചൂടാക്കുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് കൂടുതൽ പരിപ്പ് ആവശ്യമാണ്. പരിപ്പ് വേവിച്ച് വെച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ച ശേഷം പരിപ്പ് നന്നായിട്ട് ഉടയ്ക്കുക. ഒരു ഗ്ലാസ് വെള്ളം പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായി ഉടച്ച ശേഷം ഇതിൽ തേങ്ങയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്ക് ഇത്തിരി കൊഴുപ്പും കുറച്ച് കൂടുതൽ കറിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടി ഇത് കണ്ടോ കുറച്ച് നന്നായിട്ട് പരിപ്പിനെ ഉടച്ച ശേഷം ഇത് മാറ്റി വെച്ചിട്ട് പരിപ്പ് നന്നായി ഉടച്ച ശേഷം ഈ ഉള്ളിയും തക്കാളിയും നമ്മൾ വഴറ്റി വെച്ചതൊക്കെ ഇതിലേക്ക് ഇടുക കേട്ടോ. ഇട്ട ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് എങ്കിലും പോരാന്ന്, ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട് എങ്കിലും പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കടുക് വേണമെങ്കിൽ പൊട്ടിച്ചിടാം. ഞാൻ ഓൾറെഡി കടുക് ഇട്ടുകൊണ്ട് വേണ്ട, കുറച്ചേ കടുക് ഇട്ടുള്ളൂ, അതുകൊണ്ട് വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നിറയെ കടുകൊക്കെ വേണം, കരിവേപ്പില, മറ്റേ വറ്റൽമുളകൊക്കെ വേണമെന്നുള്ളവർക്ക് ഒന്നും കൂടിയിട്ടൊന്ന് താളിച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതാ കുക്കറിൽ നന്നായിട്ട് വേവണമുണ്ട്, തിളച്ച് വെന്തു. അപ്പം നമുക്ക് കുറച്ച് മല്ലിയില അതിട്ടിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും നൂൽപുട്ടിനും ഒക്കെ പറ്റുന്ന സാമ്പാറാണ്. ചോറിനെയും പറ്റും, പക്ഷെ ചോറിന് ഞങ്ങൾക്ക് ഇത്തിരി പുളി കൂടുതൽ വേണം. ഇതിലിത്തിരി കുറച്ച് പുളി ഒഴിക്കുക കേട്ടോ. ഇതിന് ഞാൻ പുളി ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത്തിരി പുളി ഒഴിക്കുക. പുളി ഒന്നും വേണ്ട എന്നുള്ളവർക്ക് തക്കാളിയുടെ പുളി ആയാലും മതി. അപ്പം അങ്ങനെ നല്ലൊരു സാമ്പാറാണ്. നമുക്ക് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാണ് കേട്ടോ. ഉള്ളിയും തക്കാളി വഴറ്റേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതാ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി സാമ്പാറായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ബൈ.